പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനെതിരെ തിരുവനന്തപുരത്തും കൂടുതൽ പരാതികൾ. ഒറ്റശേഖരമംഗലത്ത് 100-ലധികം വനിതകളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. 108 പേരാണ് പരാതിയുമായി ആര്യൻകോട് പോലീസിനെ സമീപിച്ചത്. സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പേരിലാണ് ഒറ്റശേഖരമംഗലം നിവാസികളുടെ അടുത്തേക്ക് തട്ടിപ്പ് സംഘം എത്തിയത്. കുടുംബശ്രീയുടെ ഒരു വാർഡില് ഒരു 10-22 സംഘങ്ങൾ കാണും. അതിന്റെ ഹെഡാണ് ഈ ADS എന്ന് പറയുന്നത്. ADSമാർക്ക് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഓരോ ഗ്രൂപ്പുകളിലും അറിയിപ്പ് വന്ന് ആദ്യം കിട്ടിയവർ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. CDS മുഖാന്തരമാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത്. അവരിങ്ങനെ സീഡ് സൊസൈറ്റി എന്ന പറഞ്ഞൊരു സൊസൈറ്റി പെരുങ്കടവള ബ്ലോക്കിൽ രൂപീകരിക്കുകയും അതിൻ്റെ കീഴിൽ പാവങ്ങളായ വനിതകൾക്ക് 2 വീലർ പകുതി വിലയ്ക്ക്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പകുതി വിലയ്ക്ക് നൽകുന്നതായി പറയുകയും ഞങ്ങൾ അതിൽ അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞങ്ങളെ കൂടെ ചേർക്കുകയും ചെയ്തു. ബ്ലോക്ക് തലത്തിൽ വനിതകളെ കണ്ടെത്തിയായിരുന്നു ലക്ഷങ്ങൾ കവർന്നത്. ഇതിൽ കുടുംബശ്രീ പ്രവർത്തകരെയും മുൻ പഞ്ചായത്ത് അംഗങ്ങളെയും മുൻനിർത്തിക്കൊണ്ടായിരുന്നു സംഘം പ്രദേശത്ത് വേരുറപ്പിച്ചത്. ആദ്യകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 10 പേർക്ക് സ്കൂട്ടർ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ നൽകി വിശ്വാസം പിടിച്ചുപറ്റി. 1,20,000 രൂപ വില വരുന്ന സ്കൂട്ടറിന് 60,000 രൂപയും 60,000-ഓളം രൂപയുടെ ഗൃഹോപകരണങ്ങൾക്ക് 30,000 രൂപയും 7,500 രൂപ വില വരുന്ന തയ്യൽ മെഷീന് 3,800 രൂപ എന്നിങ്ങനെയായിരുന്നു സംഘം തട്ടിയെടുത്തത്. നമുക്ക് വീട്ടു സാധനങ്ങളും പിന്നെ സ്കൂട്ടി, പിന്നെ തയ്യൽ മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ സമീപിച്ചത്. അപ്പോഴേ ഇങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം അടച്ചിട്ടും സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആര്യൻകോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പരാതി കൊടുത്തത്. ഞാൻ ആദ്യം ഇതേപോലെ ഫോണും ലാപ്ടോപ്പിനൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് അത് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ കിട്ടുമെന്നുള്ള ഒരു ആകർഷണം കൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ട് വരികയും ഇതിന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതിപ്പം പൈസ പോയി 10,000 രൂപ അടച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടുന്നു. തട്ടിപ്പിനിരയായവരുടെ കൂട്ടത്തിൽ ആര്യൻകോട് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ലഭിച്ച പരാതികളെല്ലാം സ്വീകരിച്ചുവെന്നും മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയതിനു ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ആര്യൻകോട് പോലീസ് അറിയിച്ചു. ധാരാളം പരാതികൾ ഈ ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാഥമിക അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റർമാരും മറ്റും വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ ഇത് കേരളം മൊത്തം ആകെ ഉണ്ടായിരിക്കുന്ന ഒരു സ്കാം ആയതുകൊണ്ട് മേലധികാരികളോട് ചോദിച്ച് അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.